ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ കഥ ഈ കാർഡ്സാണ് കേട്ടോ. ഇത് അർജുനായിട്ട് ഞങ്ങളെ കല്യാണത്തിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷെൽഫാണ്. ഞാൻ വന്നപ്പോൾ ഈ സ്ഥാനം പുറത്തായി. അങ്ങനെ ഈ ഷെൽഫിൻ്റെ പുറത്ത് വരെ ഫ്രണ്ട്സൊക്കെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് തുറന്നിട്ട് അതിനകത്ത് നിന്നൊരു കവർ എടുത്തു. ഇതിനകത്താണ് നമ്മളെ കാർഡ്സൊക്കെ ഉള്ളത്. ഈ കാർഡ്സ് പറഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും വിഷുവും ക്രിസ്മസും ബർത്ത്ഡേയും ആനിവേഴ്സറി എന്ന് പറഞ്ഞ പോലെ എല്ലാ തസ്തികയിലുള്ള കാർഡ്സും ഉണ്ട് കേട്ടോ. ഇത് അർജുനന് മാത്രം കിട്ടിയതല്ല, സച്ചിനും പിന്നെ ശൈലമ്മയ്ക്ക് കിട്ടിയതും അമ്മക്കച്ചനും സച്ചിനും അർജുനൻ കൂടി എഴുതിയൊരു കാർഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവർ ആനിവേഴ്സറിക്ക്. അങ്ങനെ കുറേ കാർഡ്സ്, ഇത് 28-29 വർഷം മുമ്പുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് കുറേ ആൾക്കാർ അയച്ചതുമുണ്ട്. അതായത് ശൈലമ്മായി, രസ്നേച്ചി, സനലേട്ടൻ, സജിനേച്ചി, ദിൽനേച്ചി, നിതിനേട്ടൻ, സജു ഏട്ടൻ, സോണു ഏട്ടൻ, പ്രമീള ആൻറ്റി, വല്യമ്മ, അങ്ങനെ എല്ലാവരും എഴുതിയ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുടെ പേര് ഞാൻ വിട്ടും പോയിട്ടുണ്ടാകും, കാരണം ഇതിൽ കുറേ കാർഡ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറേ എണ്ണം അർജുനേട്ടൻ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം നമുക്ക് ചെറുപ്പത്തിലുള്ള ശീലമാണ്, നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കത് മുറിച്ചെടുക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഡോറിനൊക്കെ കുറേ ഒട്ടിച്ചപ്പം ആ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് കുറ്റബോധമൊക്കെ ഉണ്ട്, മോനെ ഇതൊന്നും നശിപ്പിക്കല്ല, കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് കാണുമ്പോൾ വായിക്കുമ്പോൾ ഒരു രസമായിരിക്കും എന്നൊക്കെ. ഇത് ശൈലമ്മായി മുമ്പ് അയച്ചത്, 96 ശൈലമ്മായി അയച്ചത്. ഞാനപ്പോൾ ശൈലമ്മായോട് പറഞ്ഞത് അർജുന് മാത്രം അയച്ചു, സച്ചിൻ അയക്കാതെ. പിന്നെയാണ് ഒരു കാര്യം ഓർക്കുന്നത്, സച്ചിൻ ജനിക്കുന്നത് 97-ലാണ്, അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാർഡ്. ഇത് രസ്നേച്ച് അർജുനേട്ടന് കൊടുത്ത അയച്ച കാർഡാണ് കേട്ടോ. അതൊക്കെ വായിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷവും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അവർ സ്നേഹിച്ചത് ചെറുതുമായിട്ടൊരു കണ്ണ് നനഞ്ഞ പോലെയൊക്കെ. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ആ കാർഡ്സും കാര്യങ്ങളൊക്കെ വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിന് ഒന്നും ഒരു ബാധകമല്ലാത്ത ഒരാളായിട്ട് പോലും എനിക്ക് തന്നെ അത് എന്തൊക്കെയോ ഫീൽ ആവുന്ന പോലെ. കാരണം കുറേ വർഷം മുമ്പുള്ള അതിങ്ങനെ എടുത്തു വെച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഈ കാർഡുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു കാർഡായിരുന്നു. UBMC പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് അയച്ചതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് അയച്ചത്, ഇങ്ങനെ ഗ്രീറ്റിങ്സ് കാർഡ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. എന്നാലും അച്ഛനൊന്നും അയച്ച കാർഡിൽ നിന്ന് എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ പൊതുവെ ഒന്നും വെക്കുന്ന ടൈപ്പല്ല, പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ഓർത്തുപോയി. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കാരണം അതൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ അർജുനൻ്റെ ഇത്രയും കാർഡ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെന്താ പറയുക, നമുക്കിതൊക്കെ കാണുമ്പം പഴയ ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അവരെല്ലാം പറഞ്ഞു തരുമ്പോഴും ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. ഇവർ 3 പേര് ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കി, ഞങ്ങളെല്ലാവരും ഇരുന്നെല്ലാം വായിച്ച് നോക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, ആരെന്ന് പോലും അറിയാത്ത ഒരേട്ടൻ, സന്തോഷം എന്ന് പേരുള്ള ഒരേട്ടൻ. ആ ഏട്ടൻ ആ ടൈമിൽ ഡിഗ്രി എങ്ങാനും പഠിക്കുന്നത്. 2004-ലാണ് ആ ഏട്ടൻ ആദ്യമായിട്ട് അർജുനേട്ടന് കത്തെഴുതുന്നത്. ബാലരമയിൽ മുന്നെങ്ങാനും, അതായത് 2004 ആ വർഷത്തിൽ അയച്ച ഒരു പദപ്രശ്നത്തിനെങ്ങാനും അർജുനേട്ടന് സമ്മാനം അടിച്ചു, ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും. അതിൽ നിന്ന് അഡ്രസ്സ് തപ്പിയെടുത്ത് അങ്ങ് കോട്ടയം പൂഞ്ഞാറുള്ള ഈ സന്തോഷം എന്ന് പറയുന്ന ആ ഏട്ടൻ അർജുനേട്ടനെ എഴുതിയ കത്ത് 2004-ലാണ് മൂപ്പര് ഫസ്റ്റായിട്ട് എഴുതുന്നത്. പിന്നെ എല്ലാ വർഷവും ന്യൂ ഇയറിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ ആ കാർഡ്സ് ഇങ്ങനെ വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ അല്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ പരസ്പരം മിണ്ടാനും പറയാനും ഇങ്ങനെ ലെറ്റേഴ്സും കാർഡ്സിൻ്റെയും രൂപത്തിൽ നമുക്ക് പരസ്പരം അയക്കാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര ഒരു സ്നേഹമുണ്ട്. ഇന്നത്തെ പോലെയല്ല, പരസ്പരം ഫോട്ടോ ഒന്നും കാണാൻ പറ്റൂല നമുക്ക്. ഇന്ന് നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളും പറഞ്ഞവർക്ക് പല സംവിധാനങ്ങളുണ്ടെങ്കിൽ അന്ന് ഇതൊന്നും പറ്റില്ല. നമ്മളെ കയ്യക്ഷരത്തിലൂടെയാണ് നമ്മുടെ സ്നേഹവും സന്തോഷവും പരിഗണനയൊക്കെ നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അത് ഇന്നും ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഏട്ടൻ ഇതൊക്കെ ചിലപ്പം സൂക്ഷിച്ചിട്ടുണ്ടാവാം. ആ ഏട്ടന് അർജുനേട്ടൻ 2004 ചെറുതാണ്, അപ്പോൾ ആ ഏട്ടൻ ഡിഗ്രി എങ്ങാനും പഠിക്കുന്നുണ്ടായത്. പിന്നെ അതിൽ ഈ ലെറ്റർ ആയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് എഴുതിയതായിരിക്കും അല്ലേ. നമ്മൾ എത്ര പേര് ഇതുപോലെ ലെറ്റേഴ്സ് എഴുതിയിട്ട് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും? ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ഈ 90 കിഡ്സിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് തോന്നി കാർഡ്സും കാര്യങ്ങളൊക്കെ.